സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ സർക്കാരിനും പാർട്ടിക്കും പുതിയ തലവേദന. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിയുടെ രൂപത്തിലെത്തിയ പുതിയ പ്രതിസന്ധിയെ പാർട്ടിയും സർക്കാരും എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ സ്ഥിരമെന്ന് പറഞ്ഞൊഴിയുകയാണ് പാർട്ടിയും നേതാക്കളും. എന്തായാലും വീണ് കിട്ടിയ അവസരം ആയുധമാക്കുകയാണ് BJPയും പ്രതിപക്ഷവും. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. മസാല ബോണ്ടിൽ മുഖ്യമന്ത്രിക്ക് ഇഡി നോട്ടീസ്. ഭൂമി വാങ്ങിയതിൽ ചട്ടലംഘനമെന്ന് ഇഡി. വിശദീകരണം നൽകാൻ മുൻ മന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ ആയിരുന്ന KM എബ്രഹാമിനും നോട്ടീസ്. ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ല എന്ന് കിഫ്ബി. BJPക്കും UDFനും വേണ്ടിയുള്ള ഇഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് തോമസ് ഐസക്. BJPക്ക് വേണ്ടിയുള്ള ഭയപ്പെടുത്തലെന്ന് VD സതീശൻ. നോട്ടീസിന് മുഖ്യമന്ത്രി മറുപടി നൽകട്ടെ എന്ന് V മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി മുൻ പ്രസിഡന്റ് A പത്മകുമാർ. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നും കൂട്ടുത്തരവാദിത്തമെന്നും ജാമ്യ ഹർജിയിൽ. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പരാതിക്കാരിക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ രേഖകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ. മുദ്രവച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കി. സൈബർ അധിക്ഷേപ പരാതിയിൽ രാഹുൽ ഈശ്വർ 14 ദിവസം റിമാൻഡിൽ. ജയിലിൽ നിരാഹാര സമരം നടത്തുമെന്ന് രാഹുൽ ഈശ്വർ. സൈബർ അധിക്ഷേപ പരാതിയിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് SIR തടസ്സമല്ലെന്നും BLOമാരുടെ മരണം ജോലിഭാരം കൊണ്ടല്ല എന്നും കമ്മീഷൻ. SIRനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയോഗിക്കുന്നത് വ്യത്യസ്ത ഉദ്യോഗസ്ഥരെ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം. ബീഹാർ തോൽവിയുടെ നിരാശയിൽ പാർലമെന്റിൽ പ്രതിപക്ഷം നാടകം കളിക്കുന്നു എന്ന് പ്രധാനമന്ത്രി. ജനകീയ വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് പ്രിയങ്ക ഗാന്ധി. ലോക എയ്ഡ്സ് ദിനത്തിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. സംസ്ഥാനത്ത് കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ HIV വ്യാപനം കൂടുന്നു. പുതിയതായി കണ്ടെത്തിയ രോഗികളിൽ 15%, 15-നും 24-നും ഇടയ്ക്ക് പ്രായമുള്ളവർ. രോഗികളായ സ്ത്രീകളിൽ 90%-വും ഗർഭിണികൾ. 62%-ത്തിലും അണുബാധ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. സൂരജ് ലാമ തിരോധാന കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ വിമർശനം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോലീസ് എത്തിച്ച സൂരജ് ലാമയെ കാണാതായത് എങ്ങനെയെന്ന് ചോദ്യം. കൊച്ചി നഗരത്തിൽ ആരെയെങ്കിലും കൊന്നിട്ടാൽ അറിയാൻ സംവിധാനമുണ്ടോ എന്നും കോടതി. കളമശ്ശേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം സൂരജ് ലാമയുടെ മകന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പോരുമുറുകുന്നു. പരിശീലകൻ ഗൗതം ഗംഭീറിനെതിരെ രോഹിത്തും കോഹ്ലിയും രംഗത്ത്. പ്രശ്നപരിഹാരത്തിന് മറ്റന്നാൾ അടിയന്തര യോഗം വിളിച്ച് BCCI. സൈബർ സുരക്ഷ ഉറപ്പാക്കാൻ സുപ്രധാന നടപടിയുമായി കേന്ദ്ര സർക്കാർ. സർക്കാരിന്റെ സൈബർ സുരക്ഷ ആപ്പായ സഞ്ചാർ സാഥി നിർബന്ധമാക്കും. പുതിയ ഫോണുകളിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർദ്ദേശം. സ്റ്റോറി ഓഫ് ദി ഡേ. പരിമിതികളിൽ തളരാതെ തകഴിയിലുണ്ട് ഒരു സ്ഥാനാർത്ഥി. മസാല ബോണ്ടിൽ കടമെടുത്തത് തെറ്റോ? ഇടപാടിൽ നടന്നത് ഗുരുതര അഴിമതിയോ? ചോദ്യങ്ങൾ ഇന്ന് ഒരുപാട് ഉയർന്നു കേട്ടു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഫെമ ചട്ടലംഘനം കാട്ടി ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും ഇലക്ഷനും EDയും എപ്പോഴും ഒന്നിച്ചാണ് എത്തുക എന്നും ആക്ഷേപമുന്നയിക്കുകയാണ് ഇടത് നേതാക്കൾ.
3 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുൻപാകെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചത് വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. 2019 9.72% പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2250 കോടി രൂപ സമാഹരിച്ചത്. 2019 ജനുവരി 17 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ബോണ്ട് ഇറക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നോട്ടീസ് നൽകിയത്. ശനിയാഴ്ചയാണ് മുഖ്യമന്ത്രിക്കൊപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാമിനും നോട്ടീസ് ലഭിച്ചത്. നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ 3 പേർക്കും നോട്ടീസിന് മറുപടി നൽകാം. ഇരുപക്ഷവും കേട്ട ശേഷമായിരിക്കും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തീരുമാനമെടുക്കുക. കേസുമായി ബന്ധപ്പെട്ട മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് നേരത്തെ ഇഡി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇഡിയുടെ കൊച്ചി യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി നേതാക്കൾ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നുവെന്നാണ് തോമസ് ഐസക് പ്രതികരിക്കുന്നത്. ബിജെപിക്കും യുഡിഎഫിനും വേണ്ടിയുള്ള ഇഡിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അവരുടെ സ്ഥിരം എല്ലാവരും വേണ്ടി ഇറങ്ങിയിരിക്കുക. മസാല ബോണ്ട് സംബന്ധിച്ച കേസ് വീണ്ടും കുത്തിപ്പൊക്കെ. മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇഡി നോട്ടീസ് അയച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മസാലയെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നത്. അതൊരു തമാശയാണ്, ഒരു ഒത്തുകളിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ്. ഒരു പുതുമയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മല എലിയാണ് പ്രസവിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിലെ മസാല ബോണ്ടിൽ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടെടുപ്പിക്കുവാൻ മുഖ്യമന്ത്രിയും കൂട്ടരും പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് മുരളീധരന്റെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് നോട്ടീസ് കിട്ടുന്നുണ്ട് ഇഡിയുടെ. അത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഒന്നുകൂടെ BJPക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആര് പൊക്കിയാലും കേരളത്തിലെ BJP പൊങ്ങില്ല. അത് മറ്റൊരു കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട BJPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇഡി മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഇടപെടലാണ്. മസാല ബോണ്ടിൽ തുടക്കം മുതൽ ആശങ്ക ഉന്നയിച്ചിരുന്നുവെന്നും CJP ബന്ധം വിളക്കിച്ചേർക്കാനുള്ള കണ്ണിയായി ഇഡി നോട്ടീസ് മാറരുതെന്നും KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമും പ്രതികരിച്ചു. CPMനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് സമ്മർദ്ദപ്പെടുത്തി BJPയോടൊപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥിരം നാടകമാണ് എങ്കിൽ. അമൃത ന്യൂസ്, കൊച്ചി. മസാല ബോണ്ടിലെ ഇഡി ഇടപെടലായിരുന്നു ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ കണ്ടു. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്താനാണ് ഇഡി നീക്കമെന്നാണ് VD സതീശനും പറയുന്നത്. പേടിയില്ല എങ്കിൽ നോട്ടീസിന് മറുപടി നൽകട്ടെ എന്ന നിലപാടിലാണ് BJP. ഫെമ ചട്ടലംഘനം ആരോപിച്ചാണ് മുഖ്യമന്ത്രി മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം എന്നിവർക്ക് ഇഡി ശനിയാഴ്ച നോട്ടീസ് നൽകിയത്. പിന്നാലെ വിവിധ പാർട്ടിയിലെ നേതാക്കളും ഇതിനിടെ പ്രതികരണവുമായി രംഗത്തെത്തി. ഇഡി വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കോൺഗ്രസ് നേതാക്കൾക്ക് നോട്ടീസ് വന്നാൽ അത് രാഷ്ട്രീയ പ്രേരിതം, മറ്റു നേതാക്കൾക്ക് വന്നാൽ അവരുടെ പ്രശ്നം. ഇതാണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവർക്കെതിരായിട്ട് വരുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രേരിതം. ഞങ്ങൾക്കോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കോ എതിരായിട്ട് വരുമ്പോൾ കെജ്രിവാൾ ഉൾപ്പെടെ വന്നല്ലോ, അതൊക്കെ വരുമ്പോൾ അതല്ല അവരുടെ പ്രശ്നം. അതാണ് ഈ ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കിഫ്ബിയെ തകർക്കാൻ അനുവദിക്കില്ലെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. കിഫ്ബിയെ തകർക്കാൻ അനുവദിച്ചുകൂടാ കേരളത്തിന്. അതാണ് ഇതിന്റെ അകത്ത് എല്ലാ വിഭാഗം ആളുകളും സ്വീകരിക്കേണ്ട പ്രശ്നം. നിയമസഭയ്ക്കകത്ത് പോലും കിഫ്ബിക്കെതിരായിട്ട് എന്തെല്ലാം പരാമർശങ്ങളാണ് നടത്തിയത്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇത്തരം കാര്യങ്ങൾ വരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു. അടിസ്ഥാനമില്ലാത്ത ആരോപണം എന്നതാണ് വസ്തുതയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പൊതുവായ കാര്യം വന്നാലും അപ്പോൾ ഇങ്ങനത്തെ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ വിവാദം ആ സമയത്ത് വന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് നോട്ടീസുകൾ അയക്കുന്നത് ഇഡിയുടെ സ്ഥിരം നടപടിയെന്നാണ് മന്ത്രി P രാജീവ് കൂട്ടിച്ചേർത്തത്. അപ്പോൾ കോടതിയെ തന്നെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ തിടുക്കത്തിൽ അയക്കുന്നത് എന്തുദ്ദേശമാണ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇഡി വരും. ഇതൊരു തമാശയായി മാറിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പരിഹസിച്ചു. ഇലക്ഷൻ വന്നാൽ ഇടിയും വന്നിരിക്കും. അതാണ് പുതിയ ഇഡി. അതുകൊണ്ട് എല്ലാ കേരളീയർക്കും അറിയാം, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ വരും, വരാതിരിക്കില്ല.
തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ED നോട്ടീസ് അയച്ചത് മുഖ്യമന്ത്രിയെയും CPM-നെയും ഭയപ്പെടുത്താനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചത്. കരുവന്നൂർ ബാങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇതുപോലെ ഒരു നോട്ടീസ് അയച്ചിരുന്നു. അന്ന് ഞങ്ങൾ പറഞ്ഞ മറുപടി പ്രതിപക്ഷം പറഞ്ഞത് അത് തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു ഭയപ്പെടുത്തലാണ്. ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നതും CPM-നെയും മുഖ്യമന്ത്രിയെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ED ഒന്നും ചെയ്യില്ല. മുൻപും നോട്ടീസുകൾ വന്നതാണ്. പക്ഷേ അതെല്ലാം ആവിയായി പോയെന്നും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പിറകിലെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ED നോട്ടീസ് അയച്ചാലും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ മുൻ അനുഭവം അതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായി, ഒരു മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. ആ കേസ് ആവിയായി പോയി. മുഖ്യമന്ത്രിക്കെതിരായ ED നോട്ടീസിൽ ഭയക്കുന്നില്ലെങ്കിൽ നോട്ടീസിന് മറുപടി നൽകട്ടെ എന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേന്ദ്ര ഏജൻസികളുമായി അന്വേഷണത്തിൽ സഹകരിച്ചതുപോലെ മുഖ്യമന്ത്രിയും സഹകരിക്കണമെന്ന് V മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി സാധാരണ പറയാറുണ്ടല്ലോ, മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന്. അദ്ദേഹത്തിന് മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഭയക്കുന്നു. മസാല ബോണ്ട് കേസിൽ നോട്ടീസിലെ വിശദാംശങ്ങളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട്. മറുപടിക്ക് 30 ദിവസമാണ് സമയം നൽകിയിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ED നോട്ടീസിൽ വിശദീകരണവുമായി കിഫ്ബി CEO രംഗത്ത്. മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ല എന്നും RBI നിർദ്ദേശം പൂർണ്ണമായും പാലിച്ചുവെന്നും കിഫ്ബി CEO വിശദീകരിക്കുന്നു. നോട്ടീസിലെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ഏതുതരം അന്വേഷണവും നേരിടാൻ തയ്യാർ എന്നുമാണ് വിശദീകരണം. അതേസമയം കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം എന്ന പ്രചരണമാണ് CPM ഇതിലൂടെ ശക്തമാക്കുന്നത്. കരുതലോടെ UDF-ഉം EDയുടെ സ്വാഭാവിക നടപടിയെന്ന് BJP-യും പ്രതികരിക്കുന്നു. എന്തായാലും രാഷ്ട്രീയ വിശകലനങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽട്ട, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ വന്ന ED നോട്ടീസ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിക്കും സർക്കാരിനുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. വലിയ രാഷ്ട്രീയ തുടർചലനങ്ങൾ തന്നെയല്ലേ ഇനി ഉണ്ടാവുക? തീർച്ചയായും ശ്രീജ, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിക്ക് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് EDയുടെ നോട്ടീസ് മുഖ്യമന്ത്രിക്ക് വന്നിരിക്കുന്നു. അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിന് വന്നിരിക്കുന്നു. കിഫ്ബി CEO KM എബ്രഹാമിന് വന്നിരിക്കുന്നു. ഈ സമയത്ത് വന്നത് വലിയ രീതിയിൽ ചൂടേറിയ ഒരു ചർച്ചയാകുമ്പോഴാണ് വിശദീകരണവുമായി കിഫ്ബി CEO രംഗത്തെത്തിയിരിക്കുന്നു. ഫെമ ചട്ടം, യാതൊരു വിധത്തിലുള്ള ഫെമ ചട്ടങ്ങളുടെ ലംഘനവും നടന്നിട്ടില്ല. നിയമപരമായി RBIയുടെ കൃത്യമായ നിയമവും നിർദ്ദേശവും പാലിച്ചു തന്നെയാണ് മസാല ബോണ്ട് ഇടപാട് നടന്നിട്ടുള്ളത്. ഇതിൽ ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറാണ്. ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന ED ഉപയോഗിച്ച് നടത്തുന്ന ഒരു തന്ത്രമാണ്, BJPയുടെ കേന്ദ്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ഈ രീതിയിലുള്ള ആരോപണവും നൽകിയാണ് കിഫ്ബി CEO വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് പൂർണ്ണമായും കിഫ്ബി കൃത്യമായ നിയമപരമായി തന്നെയാണ് നടന്നിട്ടുള്ളത്. യാതൊരു വിധത്തിലുള്ള നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ നടന്നിട്ടില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം തയ്യാറാണെന്ന് പറയുന്നു. അതേസമയം ഈ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ ചട്ടലംഘനം നടന്നു എന്നാണ് EDയുടെ നോട്ടീസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതനുസരിച്ചാണെങ്കിൽ ഉറപ്പായും ED ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പിരിച്ച തുക, അതായത് മസാല ബോണ്ട് ഇടപാടിലൂടെ പിരിച്ച തുകയുടെ 300% തന്നെയും പലിശ സഹിതം തിരിച്ച് EDക്ക് അടയ്ക്കേണ്ട ഒരു സാഹചര്യം സർക്കാരിന് വരുന്നുണ്ട്. പക്ഷേ അതേസമയം സർക്കാരിന് ഇതിന് അപ്പീൽ നൽകാം, അതായത് അപ്പീലേറ്റ് അതോറിറ്റിയെ സമീപിക്കുകയും സർക്കാർ നിയമ പോരാട്ടം നടത്തുകയൊക്കെ ചെയ്യാം. അതിനുള്ള എല്ലാ നിയമവശങ്ങളും സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ തന്നെ മുന്നിലുണ്ട്. പക്ഷേ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇങ്ങനെ ഒരു നോട്ടീസ് നൽകിയതിന് പിന്നിലെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. സർക്കാർ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലുള്ള നിരവധി നോട്ടീസുകളും നിരവധി രാഷ്ട്രീയ തന്ത്രങ്ങളുമൊക്കെ ഉപയോഗിക്കുമെന്ന രീതിയിൽ പാർട്ടിയും സർക്കാരുമൊക്കെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ CPM സംബന്ധിച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു നോട്ടീസിനെ ഈ സമയത്ത് ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ വികസനം തടസ്സപ്പെടുത്താനായി ഈ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നൊരു പ്രത്യക്ഷ ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടും മുമ്പുള്ള ഈ നോട്ടീസിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ആ രീതിയിൽ പ്രചരണ വിഷയമാക്കുകയും ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ CPM സംബന്ധിച്ച് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുന്നത് കൂടുതൽ ശക്തമായ ഒരു പ്രചാരണം, കേന്ദ്രത്തിനെതിരായ ഒരു പ്രചാരണ വിഷയമായി തിരിച്ചുവിടാൻ കഴിയും. ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് UDF വളരെ കരുതലോടെയാണ് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം UDF പറയുന്നത് ഇത് സാധാരണ ഒരു പോരാട്ട നാടകമാണ്. BJPയും CPM തമ്മിലുള്ള ഒരു അന്തർധാര അത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടമാകാതിരിക്കാൻ ഈ പരസ്പര നോട്ടീസുകൾ അയച്ച്
CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു നാടകമാണ് എന്ന രീതിയിൽ വളരെ കരുതലോടെ തന്നെയാണ് കൃത്യമായി നേതാക്കൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത്. മറുഭാഗത്ത് BJP ആകട്ടെ ഇതും ഇതിനപ്പുറവും ഇനിയും കാണാനുണ്ട്, കൂടുതൽ തെളിവുകൾ പുറത്തു വരുമെന്ന രീതിയിൽ. മാത്രമല്ല ഇപ്പോൾ അയച്ചിരിക്കുന്ന നോട്ടീസ് എന്ന് പറയുന്നത് സ്വാഭാവിക നടപടിയാണ്. ഈ രീതിയിലാണ് BJP പ്രതികരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ടുവേളയിൽ ഇങ്ങനെ ഒരു നോട്ടീസ് മുഖ്യമന്ത്രിക്ക് വന്നത് തന്നെയും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ രാഷ്ട്രീയ ചലനങ്ങൾ ഉറപ്പായും വരും ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം. ശ്രീജ. തീർച്ചയായും അൺഫിൽട്ട്, എന്തായാലും തെരഞ്ഞെടുപ്പ് സമയത്തെ ഈ ഒരു EDയുടെ നീക്കം അത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്തരത്തിൽ പാർട്ടി ഇതിനെ പ്രതിരോധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു അൺഫിൽട്ട് ഡിസൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ മാത്രം എങ്ങനെയാണ് ഉത്തരവാദി? ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ ജാമ്യാപേക്ഷയ്ക്കായി കോടതിയോട് ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. ബോർഡ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം തന്നിലേക്ക് മാത്രമായി എങ്ങനെ ചുരുങ്ങുമെന്ന ചോദ്യം വിരൽ ചൂണ്ടുന്നത് എന്തായാലും മറ്റംഗങ്ങളിലേക്കാണ്. പത്മകുമാറിന് ജാമ്യം കിട്ടുമോ എന്നുള്ളത് നാളെ അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് A. പത്മകുമാർ ജാമ്യഹർജിയിൽ ചോദിക്കുന്നത്. എല്ലാം ചെയ്തത് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളുടെ അറിവോടെയാണ്. ബോർഡിലെ മറ്റംഗങ്ങൾ അറിയാതെ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനമെടുക്കുമെന്നും ഹർജിയിൽ പത്മകുമാർ ചോദിക്കുന്നു. എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്തമുണ്ട്. ഉദ്യോഗസ്ഥർ പിച്ചളപ്പാളികൾ എന്നെഴുതി അത് ചെമ്പ് പാളികൾ എന്ന് തിരുത്തുകയാണ് ചെയ്തത്. ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണിത്. തിരുത്തൽ വരുത്തിയെങ്കിൽ അംഗങ്ങൾക്ക് പിന്നീടും അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നുവെന്നും പത്മകുമാർ ഹർജിയിൽ പറയുന്നു. അന്വേഷണത്തോട് സഹകരിച്ചുവെന്നും തനിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് പത്മകുമാറിന്റെ വാദം. പത്മകുമാറിന്റെ ജാമ്യഹർജി കൊല്ലം കോടതി നാളെ പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല, താൻ മാത്രമാണോ ഉത്തരവാദി എന്ന പത്മകുമാറിന്റെ ചോദ്യം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്ഷേത്രക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ആ ക്ഷേത്രക്കൊള്ളയുടെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് രാജ്യമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തർ ആഗ്രഹിക്കുന്നത്. SITയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി നേരത്തെയും ഉന്നയിച്ചിരുന്ന ആശങ്ക, SIT ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്, നിരീക്ഷണത്തിലാണ്. പക്ഷേ SITയിലെ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിന് നിയന്ത്രണമുള്ള കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അന്വേഷണം എത്രമാത്രം വസ്തുനിഷ്ഠമാകും, എത്രമാത്രം നിഷ്പക്ഷമാകും, എത്രമാത്രം നീതിപൂർവകമാകും എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശങ്ക, ആ ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന ഒളിവിലിരിക്കെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്കെതിരെ കൂടുതൽ രേഖകൾ കൈമാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറ്റന്നാൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഈ നീക്കം. മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗികാതിക്രമ കേസിലെ പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ പോസ്റ്റിട്ട രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. തിരുവനന്തപുരം ജില്ലാ കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. പരാതിക്കാരിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗം, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ എന്നീ വകുപ്പുകളാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയത്. ഇന്ന് രാവിലെ രാഹുൽ ഈശ്വറുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്തെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. അറസ്റ്റ് നിയമപരമല്ലെന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ വാദിച്ചു. നോട്ടീസ് നൽകിയത് അറസ്റ്റിനു ശേഷമെന്നാണ് രാഹുലിന്റെ വാദം. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെന്ന് പോലീസും വാദിച്ചു. രാഹുൽ ഈശ്വർ സ്ഥിരം കുറ്റവാളിയാണെന്നും രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോകളും ചിത്രങ്ങളും കണ്ടെടുത്തുവെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. യുവതിയുടെ ചിത്രങ്ങളടക്കം ലാപ്ടോപ്പിലുണ്ട്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ജയിലിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോടതി വാദങ്ങൾ അംഗീകരിക്കാത്തതിൽ വിഷമമുണ്ടെന്നും രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പറഞ്ഞു. ഹൈക്കോടതിയിലേക്കും
സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ്. പക്ഷെ അതുവരെ എന്തായാലും ഇനിയൊരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് പച്ചക്കള്ളമാണത്. ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റ് കേസിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ ഇത് എനിക്കറിയാവുന്ന കാര്യമാണ്. ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് പച്ചക്കള്ളമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് അടച്ചു വെക്കാൻ പറ്റുന്നില്ല. രാഹുൽ ഈശ്വറിനെ പൂജപ്പുര ജില്ലാ ജയിലിലേക്ക് മാറ്റി. പീഡനക്കേസിൽ പരാതിക്കാരിക്കെതിരെ വീണ്ടും കൂടുതൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും രംഗത്തെത്തി. 3 പ്രധാനപ്പെട്ട തെളിവുകൾ കൂടി മുദ്രവെച്ച കവറിൽ രാഹുൽ കോടതിയിൽ സമർപ്പിച്ചു. ഫോട്ടോകൾ, വാട്സപ്പ് ചാറ്റുകൾ, ഹാഷ് വാല്യൂ സർട്ടിഫിക്കറ്റ്, ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡ് എന്നിവയാണ് കോടതിയിൽ നൽകിയത്. നേരത്തെയും രാഹുൽ പരാതിക്കാരിക്കെതിരെ തെളിവുകൾ കോടതിയിൽ നൽകിയിരുന്നു. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഈ സുപ്രധാന നീക്കം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്നും മാധ്യമ വാർത്തകളെ തുടർന്നാണ് നടപടിയെടുത്തത് എന്നുമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് പറഞ്ഞത്. ഈ ആക്ഷേപം മാധ്യമങ്ങളിൽ ഉയർന്നു വന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിന് രാജിവെപ്പിച്ചു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സ്പീക്കർക്ക് കത്ത് നൽകി. അതേ മാധ്യമ വാർത്തയല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല. ധാർമ്മികതയിൽ ഞങ്ങളും CPM വളരെ വ്യത്യസ്തരാണ്. അവർ മുകേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിനെ പാർലമെന്റിൽ മത്സരിപ്പിക്കുക ചെയ്തേ. അത് കെ മുരളീധരൻ. രാഹുൽ വിഷയത്തിൽ നടക്കുന്നത് രാഷ്ട്രീയ ഒത്തുകളിയാണ് എന്നും അതുകൊണ്ടാണ് നടപടി വൈകുന്നത് എന്നുമാണ് BJPയുടെ ആരോപണം. എന്തുകൊണ്ട് പോലീസിന് MLAയെ കണ്ടുപിടിക്കാനാകുന്നില്ല എന്ന് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ ചോദിച്ചു. ഒരു MLAയെ കണ്ടുപിടിക്കാൻ പോലും ഈ പോലീസിന് കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ഒരു കേസിൽ ഇത്രയധികം കേസ്, കാരണം അതിങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. ഇതൊരു ഒത്തുകളിയാണ്. 2 കൂട്ടരും കൂടി ഒത്തുകളിക്കുകയാണ്. ഈ കേസ് എത്രയോ നാളുകൾക്ക് മുമ്പുള്ളൊരു കേസാണ്. എന്താ ഇത് നടപടി വൈകുന്നത്? എന്താണ് ഇതിൽ കുറ്റവാളികളെ പിടികൂടുക, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. സന്ദീപ് വാര്യർക്കെതിരായ സൈബർ അധിക്ഷേപ പരാതിയിൽ കേസെടുത്ത സംഭവത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. പാർട്ടി ഒന്നിനെയും പ്രതിരോധിക്കുന്നില്ലെന്നും VD പറഞ്ഞു. പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. നിയമലംഘനം ആര് നടത്തിയാലും, തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന പ്രശ്നോദിക്കുന്നില്ല. ഒരു പ്രതിരോധമില്ല. ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. പതിവ് പോലെ ബഹളമയം. നാടകത്തിനുള്ള വേദിയല്ല, ഗുണപരമായ ചർച്ചകൾക്കുള്ള സ്ഥലമാണ് പാർലമെന്റ് എന്ന പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. ബീഹാറിലെ തോൽവിക്ക് പിന്നാലെയുള്ള അസ്വസ്ഥത തീർക്കുന്നു എന്ന് പരിഹാസവും ഉന്നയിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന മറുചോദ്യവുമായി പ്രിയങ്ക ഗാന്ധിയും രംഗത്തെത്തി. തുടർന്ന് SIRഉം ഡൽഹിയിലെ വായു മലിനീകരണവുമെല്ലാം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടി. ശൈത്യകാല സമ്മേളനത്തിന്റെ വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്നതിന്റെ സൂചന തന്നെയാണ് ആദ്യ ദിനത്തിൽ കണ്ടത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ നടപടികൾക്ക് മുന്നേ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രിയുടെ വിമർശനം. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ നിരാശ മറികടക്കാനുള്ള സ്ഥലമല്ല പാർലമെന്റ് എന്നും നാടകത്തിനുള്ള വേദിയല്ലെന്നും പ്രധാനമന്ത്രിയുടെ ഒളിയമ്പ്. पराजय के निराशा में से बाहर निकल करके आए और दुर्भाग्य है कि 1-2 दल तो ऐसे हैं कि वो पराजय भी नहीं पचा पाते. और मैं सोच रहा था बिहार के नतीजे इतना समय हो गया है तो अब थोड़ा संभल गए होंगे, लेकिन कल जो मैं बयानबाजी सुन रहा हूं उनकी, तो उसे लगता है कि पराजय ने उनको परेशान करके रखा. പിന്നാലെ പ്രധാനമന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി MPയുടെ മറുപടി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നത് എങ്ങനെ നാടകമാകുമെന്ന് മറുചോദ്യം. SIRുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അവർ പറഞ്ഞു. Whether it's the election situation or the SIR, these are huge issues. Let's discuss them. What is Parliament for? Let's discuss them. Let them have a discussion. പുറത്തു പറഞ്ഞതിന്റെ ബാക്കി പത്രം തന്നെയായിരുന്നു സഭയ്ക്കകത്ത് നടന്നത്. അന്തരിച്ച അംഗങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ ബഹളം. SIR, വായു മലിനീകരണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി സഭയ്ക്ക് മുന്നിലെത്തി. ഒന്നിനും അനുമതിയില്ല. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർളയുടെ അഭ്യർത്ഥന. लेकिन उसकी चर्चा संवाद से उसका समाधान निकलता है. मैंने पिछले सत्र के अंदर भी
പ്രതിപക്ഷ ബഹളത്തിനിടയിൽ മണിപ്പൂരിലെ ചരക്ക് സേവന ഭേദഗതി ബിൽ നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ പുതിയ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുള്ള അഭിനന്ദനമായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. സേവനം മുഖമുദ്രയാക്കിയ വ്യക്തിയാണ് CP രാധാകൃഷ്ണൻ എന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. അതേസമയം മുൻ രാജ്യസഭാ അധ്യക്ഷന്മാരെ കുറിച്ചുള്ള കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വാക്കുകൾ സഭയിൽ ബഹളത്തിന് കാരണമായി. ഏതായാലും നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നിലപാട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും സഭ പ്രക്ഷുബ്ധമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരളത്തിലെ SIR നടപടികൾ നിർത്തിവെക്കില്ല എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാരുടെ മരണം SIRലെ ജോലിഭാരം കൊണ്ടല്ല എന്നും SIRനെതിരായ ഹർജികൾ തള്ളണമെന്നും ആവശ്യപ്പെട്ട കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. SIR തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ല എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നു. നാളെയാണ് കേരളത്തിലെ SIRയുമായി ബന്ധപ്പെട്ട ഹർജികൾ കോടതി പരിഗണിക്കുന്നത്. കേരളത്തിലെ SIRയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ച സമയത്ത് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഇന്ന് സത്യവാങ്മൂലം നൽകിയത്. കേരളത്തിൽ SIR മാറ്റിവെക്കില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പും SIR നടപടികളും ഒന്നിച്ചു മുൻപോട്ട് കൊണ്ടുപോകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായെന്നും BLOമാരുടെ മരണം ജോലി സമ്മർദ്ദം കൊണ്ടല്ലെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. SIRനെതിരായ ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തടസ്സമല്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഗമമായി നടപ്പിലാക്കാൻ നടപടികൾ എടുത്തിട്ടുണ്ട്. അതേസമയം SIRനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്ത ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പാക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. നിലവിലെ SIR നടപടികളുടെ നിജസ്ഥിതിയും കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയി മല്യ ബാഗ്ചി എന്നിവർ അടങ്ങിയ രണ്ടംഗ ബെഞ്ചാണ് SIRയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പുറമെ CPM, CPA, കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നടപടികൾ താൽക്കാലികമായി മാറ്റിവെക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം SIR നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാണ് ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഒന്നായി പൂജ്യത്തിലേക്ക് എത്താൻ ഒരുമിച്ച് മുന്നേറാമെന്ന സന്ദേശവുമായി ലോകം എയ്ഡ്സ് ദിനം ആചരിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. കൗമാരക്കാർക്കും യുവാക്കൾക്കുമിടയിൽ HIV വ്യാപനം കൂടുന്നു. 2025 പുതിയതായി കണ്ടെത്തിയ രോഗികളിൽ 15% 15-നും 24-നും ഇടയിൽ പ്രായമുള്ളവർ. 62% പേരിലും HIV അണുബാധ ഉണ്ടായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ. രോഗികളായ സ്ത്രീകളിൽ 90% ഗർഭിണികളുമാണ്. എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് HIV ബാധിതർ കൂടുതൽ. ആരോഗ്യരംഗത്ത് കേരളം ഏറെ മുന്നിലെന്ന് അവകാശപ്പെടുമ്പോഴാണ് എയ്ഡ്സ് എന്ന രോഗം ഇപ്പോഴും ഉന്മൂലനം ചെയ്യാൻ നമുക്കാകുന്നില്ല എന്ന് കണക്കുകൾ തെളിയിക്കുന്നത്. ദേശീയാടിസ്ഥാനത്തിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ രോഗികൾ കുറവാണെങ്കിലും അണുബാധയുടെ വ്യാപനം തടയാൻ നമുക്ക് ഇന്നും കഴിയുന്നില്ല എന്നത് ആശങ്കപ്പെടുത്തുന്നു. പുതുതായി രോഗബാധയുണ്ടാകുന്നവരിൽ കൗമാരക്കാരും യുവാക്കളും കൂടുതലായി ഉൾപ്പെടുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. 15-നും 24-നും ഇടയിൽ പ്രായമായ HIV ബാധിതർ കേരളത്തിൽ കഴിഞ്ഞ 4 വർഷമായി വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പുതുതായി കണ്ടെത്തിയ രോഗികൾ 4500-ഓളം ഉണ്ട്. ഇവരിൽ 62.6% പേരും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ രോഗബാധിതരായവരാണ്. സ്ത്രീകളായ രോഗികളിൽ 90% പേരും ഗർഭിണികളാണ് എന്നതും ഞെട്ടിപ്പിക്കുന്നു. കേരളത്തിൽ ഇതിന്റെ ഈ രോഗം പകരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലാണെന്ന് നാം മനസ്സിലാക്കുന്നു. HIV അണുബാധിതരായിട്ടും അതറിയാതെ അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. HIV അണുബാധ ഉണ്ടായാലും വർഷങ്ങളോളം യാതൊരു പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അണുബാധയായിട്ടുള്ളവരിൽ 95% വ്യക്തികളെങ്കിലും അവരുടെ HIV സ്റ്റാറ്റസ് അറിയുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റേണ്ടത്. അണുബാധ കണ്ടെത്തിയവരിൽ 95% വ്യക്തികളെങ്കിലും ചികിത്സ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് 25 ലക്ഷം ആളുകളാണ് HIV ബാധിതരായിട്ടുള്ളത്. 2024 മാത്രം 63,000 അണുബാധിതരെ കണ്ടെത്തി. കേരളത്തിൽ 38,300 പേർ HIV ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു.
2022 മുതൽ കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ പുതുതായി രോഗം കണ്ടെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രോഗത്തെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമുണ്ടെങ്കിലും കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതും യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപിക്കുന്നതും HIV ജാഗ്രത കൈവിട്ടു പോകാൻ കാരണമാകുന്നു. ജില്ലാടിസ്ഥാനത്തിൽ എറണാകുളവും തിരുവനന്തപുരവും തൃശൂരും കോഴിക്കോടുമാണ് അണുബാധിതരുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും ഈ കണക്കുകൾ സർക്കാർ കേന്ദ്രങ്ങളിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളവ മാത്രമാണ് എന്നതും ഓർക്കേണ്ടതുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൂരജ് ലാമയെ കാണാതായതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടലുമായി ഹൈക്കോടതി. സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മകൻ നൽകിയ ഹർജി പരിഗണിച്ചപ്പോൾ നിരവധി ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. സൂരജ് ലാമയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും മറ്റന്നാൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിൽ പോലീസ് എത്തിച്ച സൂരജ് ലാമയെ എങ്ങനെയാണ് അവിടെ നിന്ന് കാണാതായതെന്നും കോടതി ചോദിച്ചു. തിരിച്ചറിയാത്ത മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടക്കുകയാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണവുമായി മകൻ സാന്റൻ ലാമ. ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പിഴവ് സംഭവിച്ചുവെന്നും മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ മെഡിക്കൽ കോളേജ് അധികൃതർ പോകാൻ അനുവദിച്ചുവെന്നും മകൻ ആരോപിക്കുന്നു. കളമശ്ശേരി HMTക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ സൂരജ് ലാമയുടേതാണോ എന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടക്കുകയാണ്. കളമശ്ശേരി HMTക്ക് സമീപം 2 മാസം പഴക്കമുള്ള മൃതദേഹാവശിഷ്ടമാണ് കണ്ടെത്തിയത്. ഇത് സൂരജ് ലാമയുടേതാണോ എന്ന് തിരിച്ചറിയാൻ ശാസ്ത്രീയ പരിശോധന നടന്നുവരികയാണ്. ഇതിനായി മകൻ സാന്റൻ ലാമയുടെ DNA സാമ്പിൾ ശേഖരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണമാണ് മകൻ സാന്റൻ ലാമ ഉന്നയിച്ചത്. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ മെഡിക്കൽ കോളേജ് അധികൃതർ പോകാൻ അനുവദിച്ചുവെന്നും അജ്ഞാതൻ എന്നാണ് രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് പരിശോധന നടത്തിയതിന്റെ സമീപത്ത് നിന്നാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയതെന്നും മകൻ വ്യക്തമാക്കി. വൈകാരികമായിരുന്നു സാന്റൻ ലാമയുടെ പ്രതികരണം. That body was seen half kilometer away from where that spot is right now. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. Those people told me that he can say his name. He doesn't know his name, dude. How are you lying? I have medical proof of that. It's just that they have shown their lack of responsibility so far. It's called due negligence in English. So what's it? Before, when my father was taken to that hospital, they didn't even write his name. They wrote it as unknown. But now if you go and check the record, it's showing Suraj Lama entry. How? Are you telling me, are you such a big idiot that you can't see one man, elderly person is done toilet in his pant, is walking in the bloody airport premises? Are you stupid? സംഭവത്തിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇത്തരം എത്ര മൃതദേഹങ്ങൾ കിടപ്പുണ്ടാകുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. ഓർമ്മശക്തി നഷ്ടപ്പെട്ട സൂരജ് ലാമ ഒക്ടോബർ 6-ന് നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയതിന് ശേഷമാണ് കാണാതായത്. ഒക്ടോബർ 10-ന് രാത്രിയോടെ NIA ഓഫീസിന് സമീപത്തുകൂടി കടന്നുപോകുന്ന സൂരജ് ലാമയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. മംഗലാപുരം സ്വദേശിയായ സൂരജ് ലാമ കുവൈറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. ഓർമ്മ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ലാമയെ കുവൈറ്റിൽ നിന്നും കൊച്ചിയിലേക്ക് കയറ്റിവിടുകയായിരുന്നു. ബന്ധുക്കളെ പോലും അറിയിക്കാതെയായിരുന്നു ഈ നടപടി. ഇതോടെ പിതാവിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ സാന്റൻ ലാമ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി ഇടപെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. കൊച്ചിയിൽ അലഞ്ഞുതിരിയുകയായിരുന്ന സൂരജ് ലാമയെ പോലീസ് കളമശ്ശേരിയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ഇവിടെ നിന്നും കാണാതായി എന്നായിരുന്നു വിവരം. അമൃത ന്യൂസ്, കൊച്ചി.